2002 വോട്ടർ പട്ടികയിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് ചെക്ക് ചെയ്താലോ? നോട്ട് ചെയ്തോ? 2002 വോട്ടേഴ്സ് ലിസ്റ്റ് ഇൻ കേരള. അപ്പോൾ നമുക്ക് ആ സൈറ്റ് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ആർക്കൊക്കെ 2002 വോട്ട് ഉണ്ടായിരുന്നു നമുക്ക് നോക്കാം. 2002 വോട്ടേഴ്സ് ലിസ്റ്റ് ഇൻ കേരള എന്നുള്ള സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതല്ല voters.eca.government.in കൊടുക്കാം. അപ്പോൾ ഏറ്റവും എളുപ്പം ഇതാണ്. 2002 വോട്ടേഴ്സ് ലിസ്റ്റ് ഇൻ കേരള. അതിൽ വോട്ടർ സെർച്ച് കൊടുക്കുക, SIR. അത് കൊടുത്തതിന് ശേഷം നമുക്ക് ജില്ല സെലക്ട് ചെയ്യാം. അതിന് മുമ്പ് നമ്മൾ ലാംഗ്വേജ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്താം. എന്നിട്ട് ജില്ല സെലക്ട് ചെയ്യാം. അവരവരുടെ ജില്ല കൊടുക്കുക. പിന്നെ നമ്മുടെ നിയമസഭാ മണ്ഡലം അത് കൊടുക്കുക. പിന്നെ നമ്മൾ എവിടെയാണ് നമ്മൾ വോട്ട് ചെയ്യാൻ പോവുക, നമ്മുടെ ഇത്, അപ്പോൾ അത് സ്കൂളാണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ വോട്ടർ നെയിം കൊടുക്കുക. പിന്നെ ഹൗസ് നെയിം, പാർട്ട്, സീരിയൽ നമ്പർ എന്നുള്ളതൊക്കെ ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ല, ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ വോട്ടർ നെയിം തെറ്റ് കൂടാതെ മലയാളത്തിൽ വേണം നമുക്ക് കൊടുക്കാനായിട്ട്. അപ്പം മലയാളത്തിൽ എൻ്റെ അമ്മമ്മയുടെ പേര് കൊടുക്കാൻ പോണ്. കോമളവല്ലിന്ന് കൊടുത്തു. ഇനി വേറൊന്നും നമുക്ക് കൊടുക്കേണ്ടതില്ല. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുക, ചിലപ്പോഴായിരിക്കും നമുക്കത് കിട്ടുക. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേര് സെർച്ച് ചെയ്യുന്നതുകൊണ്ട് കിട്ടില്ല. കുറേ തവണ ചെക്ക് ചെയ്താലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സെർച്ച് ചെയ്യുക. നിങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പേര് നമ്മൾ സെർച്ച് ചെയ്യുന്നതുകൊണ്ട് സൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ആണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഞങ്ങൾ ഇന്നലെ നോക്കിയപ്പോൾ റെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് അഡ്രസ്സ് ഇങ്ങനെ വരും. പക്ഷേ നിങ്ങളുടെ മാത്രമായിരിക്കില്ല, കുറേ അപ്പോൾ പേരുണ്ടെങ്കിൽ ആ പേരിലുള്ള കുറേ പേര് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ അഡ്രസ്സും വീട്ടുപേരൊക്കെ വെച്ച് നോക്കിയിട്ട് നമുക്ക് ആളെ ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും.